ഹലോ ട്രാവലേഴ്സ്, നല്ലൊരു അമേരിക്കൻ യാത്ര പോകണം. ബെസ്റ്റ് ടൈമിലായിരിക്കണം യാത്ര. കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റിനറി ആയിരിക്കണം. നല്ലൊരു ക്ലൈമറ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. ഏതാണ് ആ സമയം? സെപ്റ്റംബർ 16 GTHന്റെ ട്രെയിൽസ് ഓഫ് അമേരിക്ക നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ അമേരിക്കൻ യാത്രാ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കൂ GTHിലൂടെ. 15 ഡേയ്സിന്റെ ഒരു അമേരിക്കൻ ട്രിപ്പ്. 15ാമത്തെ ദിവസം നമ്മൾ ഇവിടെ തിരിച്ചെത്തുന്നു. കൊച്ചിയിൽ നിന്നും പുറപ്പെടുന്നു. സെപ്റ്റംബർ 16 പുലർച്ചെ 4 മണിയുടെ എമിറേറ്റ്സ് ഫ്ലൈറ്റിന് കൊച്ചിൻ, ദുബായ്, സാൻ ഫ്രാൻസിസ്കോ. ആദ്യം നമ്മൾ കവർ ചെയ്യുന്നത് വെസ്റ്റ് കോസ്റ്റ് ആണ്. സാൻ ഫ്രാൻസിസ്കോ 2 നൈറ്റ്, ലോസ് ഏഞ്ചലസിൽ 2 നൈറ്റ്, ലാസ് വെഗാസിൽ 2 നൈറ്റ്. 6 നൈറ്റ്സ് 7 ഡേയ്സ്. സാൻ ഫ്രാൻസിസ്കോ ഒരു മോഡേൺ സിറ്റിയാണ്, ഒരു ടെക് സിറ്റിയാണ് അല്ലെ. അവിടുത്തെ ബേ ബ്രിഡ്ജും സാൻ ഫ്രാൻസിസ്കോ ബേയും എല്ലാം, ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജും, ഇതൊക്കെ വളരെ വളരെ പ്രസിദ്ധമായ സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ ഒരുപാട് ടെക് കമ്പനികളുടെ ക്യാപിറ്റലും കൂടിയാണ് സാൻ ഫ്രാൻസിസ്കോ. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് പിന്നെ വരുന്നത് അമേരിക്കയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ലോസ് ഏഞ്ചലസ്. വളരെ പഴയ ഒരു നഗരമാണ്. അവിടെയാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോ ഉള്ളത്. ഹോളിവുഡിന്റെ ക്യാപിറ്റൽ എന്നാണ് ലോസ് ഏഞ്ചലസ് അറിയപ്പെടുന്നത്. ഹോളിവുഡ് ഫെയിം. അങ്ങനെ ഒരുപാട് സംഗതികൾ അവിടെ കാണാനുണ്ട്. അവിടെ ഒരു 2 നൈറ്റ് താമസിച്ചുകൊണ്ട് നെക്സ്റ്റ് നമ്മൾ എത്തുന്നത് ലാസ് വേഗസിലാണ്. ലാസ് വേഗാസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ചൂതാട്ടം, ഗാംബ്ലിംഗ് സെന്റർ ആണ്. ലോകത്തിന്റെ ഗാംബ്ലിംഗ് സെന്റർ ആണ് ലാസ് വേഗാസിൽ. നമ്മൾ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഹിസ്റ്റോറിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള നമ്മുടെ ഗ്രാൻഡ് കെനിയൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു, ലാസ് വെഗാസിൽ താമസിച്ചുകൊണ്ട് തന്നെ. അപ്പൊ ഈ 6 നൈറ്റ് 7 ഡേ കൊണ്ട് അമേരിക്കയുടെ വെസ്റ്റ് കോസ്റ്റ് കഴിഞ്ഞാൽ ലാസ് വെഗാസിൽ നിന്ന് നമ്മൾ ഫ്ലൈ ചെയ്ത് നയാഗ്രയിലേക്ക് വരികയാണ്, ബുഫലോ എയർപോർട്ടിലേക്ക്. പിന്നെ നമുക്ക് 7 നൈറ്റ് ആണ് ഈസ്റ്റ് കോസ്റ്റ് സൈഡിൽ നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. നയാഗ്രയിൽ 2 നൈറ്റ്, ഹാരിസ്ബർഗിൽ 1 നൈറ്റ്, വാഷിംഗ്ടൺ 2 നൈറ്റ്സ് ആൻഡ് ന്യൂയോർക്ക് 2 നൈറ്റ്. നമ്മൾ എന്തുകൊണ്ടാണ് നയാഗ്രയിലെ മെയ്ഡ് ഓഫ് ദ മിസ്റ്റും ഇല്ലുമിനേഷൻ ടൂറും അതുപോലെ ബോട്ടിങ്ങും എല്ലാം തന്നെ ആ വാട്ടർഫോളിന്റെ ഓൾ എക്സ്പീരിയൻസിന് ശേഷം ഹാരിസ്ബർഗിൽ നമ്മൾ 1 നൈറ്റ് കൊടുത്തിരിക്കുന്നത്? നയാഗ്ര ടു വാഷിംഗ്ടൺ ഏകദേശം 720 കിലോമീറ്റേഴ്സോളം ഡിസ്റ്റൻസ് വരും. ഒരു ത്രൂ ഔട്ട് ജേണിയാണ്. ഇതിനെ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. ഹാരിസ്ബർഗ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സിറ്റിയിൽ 1 നൈറ്റ് സ്റ്റേ കൊടുക്കുമ്പോൾ നമുക്ക് ആ ട്രിപ്പിനെ ഹാഫാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് അവിടുത്തെ ഹെർഷ്ലെ ചോക്ലേറ്റ് ഫാക്ടറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആമിഷ് വില്ലേജ്, ഇതൊക്കെ വിസിറ്റ് ചെയ്ത് ഹാരിസ്ബർഗിൽ തന്നെ അന്ന് സ്റ്റേ ചെയ്യുന്നു. നെക്സ്റ്റ് ഡേയിൽ നമ്മൾ വാഷിംഗ്ടൺ പോകുന്നു. അപ്പോൾ വാഷിംഗ്ടണിൽ കൂടുതൽ സമയം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടുന്നു എന്നുള്ളത് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകതയാണ്. വാഷിംഗ്ടൺ DC എന്ന് പറയുന്നത് US-ന്റെ ക്യാപിറ്റലാണ്. വളരെ ഹിസ്റ്റോറിക്കലി ആയി അല്ലെങ്കിൽ അവിടെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയുള്ള ഒരു സ്ഥലമാണ് വാഷിംഗ്ടൺ DC. പഴയ പ്രസിഡൻസിന്റെ മെമ്മോറിയൽസും അതുപോലെ കുറെ കാഴ്ചകൾ നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയി. നയാഗ്രയിലെ ഒരു നേച്ചർ വണ്ടറിന് ശേഷം അല്ലെങ്കിൽ വാട്ടർഫോൾ എക്സ്പീരിയൻസ് ശേഷം എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലൈനിലേക്കാണ് നമ്മൾ വാഷിംഗ്ടണിൽ പോകുന്നത്. വാഷിംഗ്ടണിന് ശേഷം ന്യൂയോർക്ക്, ദ ലാസ്റ്റ് ലെഗ് ഓഫ് ദ ടൂർ. അപ്പൊ നമ്മൾ ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ വെസ്റ്റ് കോസ്റ്റ് നമ്മൾ ആദ്യം കൊടുത്ത് ഒരു അമേരിക്കൻ യാത്ര എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണ്? സ്റ്റാച്യു ഓഫ് ലിബർട്ടി അല്ലെങ്കിൽ ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയർ, ഇതൊക്കെ തന്നെയല്ലേ ഏറ്റവും സിഗ്നിഫിക്കന്റ് അല്ലെ, നയാഗ്ര വാട്ടർഫോൾ. അപ്പൊ ന്യൂയോർക്കിൽ നിന്ന് തന്നെ നമ്മുടെ പാസഞ്ചർ റിട്ടേൺ ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധം നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രെയിൽസ് ഓഫ് അമേരിക്ക സ്റ്റാർട്ടിങ് ഇൻ സാൻ ഫ്രാൻസിസ്കോ, എൻഡിങ് ഇൻ ന്യൂയോർക്ക് നമ്മൾക്ക് 2 നൈറ്റ്സ് ആണെങ്കിൽ കൂടി ലാസ്റ്റ് ഡേ നമ്മൾ ഫ്ലൈ ചെയ്യുന്നത് നൈറ്റ് 10 മണിക്കാണ്. കൂടുതൽ സമയം നമ്മൾക്ക് ന്യൂയോർക്കിൽ കിട്ടുന്നു. നല്ലൊരു ബജറ്റിൽ ഒരു അമേരിക്കൻ യാത്ര നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ബെസ്റ്റ് സീസൺ ടൂറാണ് GTHന്റെ. അപ്പൊ ഇനി വൈകിക്കണ്ട, അമേരിക്കൻ യാത്രയ്ക്കായി എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുമായിട്ട് കണക്ട് ചെയ്യാം.